എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനൂടിയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല കേട്ടോ, ഇനി വരാനിരിക്കുന്ന വിശേഷമാണ്. ഇന്നും നാളെയും ഒക്കെ വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ നയനയും ആദർശും വീട്ടിലില്ലാത്ത ഒരു ദിവസം നടന്ന സംഭവമാണ്. അങ്ങനെ നയനയും ആദർശും പുറത്തേക്കൊക്കെ കറങ്ങാനൊക്കെ പോയി. ഇപ്പം അറിയാലോ, അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും തന്നെ ഹണിമൂൺ ട്രിപ്പും ഓരോ ടൂറുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ജലജ നവ്യയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ദേവയാനി അല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ദേവയാനി ആ ദിവസം അവിടെ ഇല്ല, ദേവയാനി എവിടേക്കോ പോയിരിക്കുകയാണ്. അപ്പം അന്ന് ജലജയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രാഗിയാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജലജ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുകയാണ്, ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അനാമിക വരുന്നത്. അനാമിക വരുമ്പോഴത്തേക്ക് ഇവളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ കുത്തി പറയണമല്ലോ, അനാമികയ്ക്ക് കുത്തി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ അനാമിക പറയുകയാണ്, ഓ ഏത് നേരവും വെട്ടി വിഴുങ്ങുക, ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം, അതെ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലയോ അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഇത് നീയോ നിന്റെ കുടുംബത്തിൽ നിന്നോ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ ഞാൻ വെട്ടി വിഴുങ്ങണത്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാക്കിയ സാധനം, അതും എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ആഹാരം. അത് വെട്ടി വിഴുങ്ങുന്നതിന് നിനക്ക് എന്താടി കുഴപ്പം? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല നിനക്കിനി വേണോ? ഇതൊക്കെ കണ്ടിട്ട് കൊതി സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്. ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. നീ കൊതി സഹിക്കാൻ വയ്യാതെ ഒന്നും ഇരിക്കണ്ട. ഇതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് നീ കഴിച്ചോ, വിരോധമില്ല. ഇപ്പൊ എനിക്ക് ഭക്ഷണം തരുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ നിന്റെ എച്ചിൽ തിന്നിട്ട് എനിക്ക് എന്താ, എനിക്ക് നിന്റെ എച്ചിലിന്റെ കാര്യമൊന്നുമില്ല. എനിക്ക് നീ ഉണ്ടാക്കി ഈ ഭക്ഷണം വേണ്ട, നിന്റെ അമ്മായിയമ്മ ഉണ്ടാക്കി ഈ ഭക്ഷണം വേണ്ട. എൻ്റെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല കേട്ടോ, പച്ചവെള്ളം മാത്രമുണ്ട്. ഇതെന്തു പറ്റി, ഇത് അമ്മ എന്താ ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാത്തേന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങി വന്നപ്പം ജലജ പറഞ്ഞു, അത് പിന്നെ മോളെ നീ അറിഞ്ഞില്ലായിരുന്നോ, നിന്റെ അമ്മായിയമ്മ അമ്പലത്തിൽ പോയേക്കുക, ഇന്ന് എന്തോ പൂജയും വഴിപാടൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി അമ്പലത്തിൽ പോയേക്കുവാണ്. ഇന്ന് അനിയുടെ പക്കപ്പിറന്നാളാണ്, അപ്പൊ അതിനുവേണ്ടി അമ്പലത്തിൽ പോയതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ ശുഹിനി, ഇപ്പൊ എന്താ ചെയ്യുക, നല്ല വിശപ്പും ഉണ്ടല്ലോ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായാലും അവളൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നേരെ നവ്യയുടെ അടുത്ത് അവിടെ ചെന്ന് ഡൈനിങ് ടേബിൾ ഇരുന്നിട്ട് പറഞ്ഞു, ജലജോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യുക, എനിക്ക് വേറെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയത്, എനിക്ക് ഈ ഭക്ഷണം വേണ്ട, എനിക്ക് വേറെ ഭക്ഷണം മതി, ഞാൻ പറയാം എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. എനിക്ക് കുറച്ച് ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ എനിക്കൊരു ഓറഞ്ച് ജ്യൂസും കുറച്ച് ബദാമൊക്കെ ഇട്ട് എടുക്കാൻ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നവ്യ പറഞ്ഞു, അതെന്തിനാ ഇനി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കണത്? ബദാം ജ്യൂസും ഓറഞ്ച് ജ്യൂസും ബദാമും ഒക്കെ എന്തിനാ ഇപ്പൊ നീ കഴിക്കണത്? ദേ ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ല നല്ല ആഹാരങ്ങളല്ലേ, ഇത് എനിക്ക് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തന്നാന്ന് പറഞ്ഞ് നിനക്ക് എടുത്ത് കഴിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇത്ര അഹങ്കാരം പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, എനിക്ക് നിന്റെ എച്ചില് വേണ്ട, നിനക്കുണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അതെ ഒരു കാര്യം ചെയ്യാം അപ്പച്ചി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും വന്നു. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ദേ ഇവക്കിപ്പോ ഈ ഭക്ഷണമൊന്നും പോരാ, ഇവക്ക് ഞാൻ കഴിക്കുന്നതിന്റെ ബാക്കി വേണ്ട. ദേ കണ്ടില്ലേ മുത്തച്ഛ, ഇതൊന്നും ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല, ഇതെങ്ങനെ ഞാൻ കഴിച്ചതിന്റെ ബാക്കിയാകും? ഇത്രയും ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? ഇനി നമുക്ക് പുതിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ അമ്മായിയമ്മ, അത് ന്യായമാണോ മുത്തച്ഛ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് മൂർത്തി പറഞ്ഞത്, എന്താ അനാമികെ നീ ഇങ്ങനെ തുടങ്ങുന്നത്? അതും ഭക്ഷണമല്ലേ, അതിൽ നിന്ന് കൈയിട്ട് വാരിയൊന്നും അല്ലല്ലോ അവള് കഴിക്കുന്നത്. അവൾ ഒരു പ്ലേറ്റിൽ മാറ്റി കുറച്ചെടുത്ത് വെച്ച് കഴിക്കുന്നു. അപ്പൊ വസുന്ധരയും പറഞ്ഞു, അല്ലെങ്കിലും അനാമിക മോളെ, ദേ നീ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇവള് കഴിച്ച ഭക്ഷണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി, പിന്നെ എന്തിനാ എല്ലാവരും കൂടി എന്നെ നിർബന്ധിക്കുന്നത്? ഇനി നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തോളാം, ഞാൻ പുറത്തുനിന്ന് വരുത്തിച്ച് കഴിച്ചോളാം, അതിനാരുടെ സമ്മതമൊന്നും വേണ്ടല്ലോ. അപ്പൊ മൂർത്തി പറഞ്ഞു, അല്ല മോൾ എന്തിനാ ഇപ്പം വാടി എടി പോടി ഇവളെന്നൊക്കെ പറയുന്നത്? ഈ ഇരിക്കുന്നത് നിന്റെ ഏടത്തിയാണെന്ന് നിനക്കറിയില്ലേ? നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? നീ എന്തിനാ വെറുതെ എൻ്റെ പൊന്നു കൊച്ചെ ചുമ്മാ ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കണത്? നിന്റെ അമ്മയ്ക്കും അച്ഛനും തന്നെയല്ലേ ഈ ചീത്തപ്പേര് വരുന്നത്? നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടത് കൊണ്ടാണ് നീ ഈ ശീലം കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, ഇനി എടി വാടി പോടി എന്നുള്ള വിളിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ സോറി മുത്തച്ഛ, അറിയാതെ പറ്റിപ്പോയതാ. അപ്പം പറഞ്ഞു, നിന്റെ ഈ സോറി കേട്ട് ഞാൻ മടുത്തു, എപ്പോഴും നീ ഇങ്ങനെ സോറി പറയേണ്ട കാര്യമുണ്ടോ?
സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക. നാവുണ്ടല്ലോ എല്ലില്ലാത്തതാന്നും പറഞ്ഞ് എന്തും വിളിച്ചു പറയാന്ന് നീ കരുതരുത്. നമ്മുടെ നാവിന് എല്ല് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ബ്രെയിൻ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ മാത്രമേ സംസാരിക്കാവുള്ളൂ. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ വീട്ടിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മുതിർന്നവർക്ക് മുതിർന്നവരുടേതായ പരിഗണന കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് എന്താ പറയുക, നമ്മുടെ അനാമിക ഒരു കൂസലില്ലാതെ നിൽക്കുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശിനും അങ്ങ് പോയിട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു ആ കൊച്ചിന് പക്വതയേ ഇല്ല, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ നിന്ന് പക്വതയില്ലെന്നാ ഈ പറയുന്നത്? പക്വതയില്ലാഞ്ഞിട്ടല്ല, അവളുടെ അച്ഛനും അമ്മയും അവളെ വളർത്തി വഷളാക്കി കഴിഞ്ഞു. ഒരു പെൺകുട്ടീനെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നേ അതറിയണമെങ്കിൽ നയനമോളെ തന്നെ കണ്ടു പഠിക്കണം. ഇപ്പൊ കണ്ടില്ലേ, അവളുടെ ചേച്ചിയാന്ന് പറഞ്ഞിട്ട് അവളുടെ ചേച്ചിയും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, മാറ്റം വന്നല്ലോ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അവൾക്ക് മാറ്റണമെന്നില്ല. മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ശരിയാവില്ലെന്ന് അവൾക്കറിയാം. അവൾക്ക് എപ്പോഴും അഹങ്കാരിയായിട്ട് തന്നെ നടക്കണം. ഈ വീട്ടിലെ പരിഗണന അവൾക്ക് കൂടുതൽ കിട്ടണം. അതനുസരിച്ച് അവളുടെ പരിഗണന കുറഞ്ഞു വരികയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ നവ്യ അനാമികയെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, മുത്തശ്ശനും മുത്തശ്ശിക്കും പോലും നിന്നോട് താല്പര്യമില്ല. നീ എന്തിനാ വെറുതെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കടിക്കുന്നത്? വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറയുമ്പം ഞാൻ നിന്റെ എച്ചിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നവ്യ, നീ എന്ത് അധികാരത്തോടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? നീ ഒരു കുഞ്ഞുണ്ടെന്ന് ഏത് നേരവും പറയുന്നുണ്ടല്ലോ. ആ കുഞ്ഞിന്റെ അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ കുഞ്ഞിന്റെ മുത്തശ്ശി അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്ക് എന്താടി ഇത്ര അഹങ്കാരം എന്ന് ചോദിച്ചപ്പം, അതെ എൻ്റെ കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ അച്ഛനും മുത്തശ്ശിയും ഒന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ കുടുംബത്തിൽ വേറെ എല്ലാവരും ഉണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. നിന്നെ ഇവിടെ ആരാടി അംഗീകരിച്ചിട്ടുള്ളത്? നിന്റെ അമ്മായിയമ്മ അല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണമുണ്ട്. നിന്റെ ഈ കയ്യിലിരിപ്പ്, എല്ലില്ലാത്ത നാക്ക്, മുത്തച്ഛൻ പറഞ്ഞിട്ട് പോയില്ലേ, അത് കാരണം തന്നെയാണ് നിന്നെ ആരും അംഗീകരിക്കാത്തത്. പിന്നെ നിന്നോട് ഇച്ചിരി സ്നേഹം കാണിക്കുന്നത് എൻ്റെ അമ്മായിയമ്മയാ. അതുണ്ടല്ലോ, എൻ്റെ അമ്മായിയമ്മ അവസരം മുതലെടുക്കുന്നതാ. അത് നിനക്ക് എന്നോടുള്ള വെറുപ്പ്. അതുകൊണ്ട് മാത്രമടി എൻ്റെ അമ്മായിയമ്മ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല, നിന്നോടുള്ള അകവൊഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ വന്ന ഉടനെ വല്യമ്മ അമ്മായി നിന്നെ എടുത്ത് തലയെ കയറ്റി വെച്ചായിരുന്നല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അമ്മായിക്ക് സത്യം മനസ്സിലായപ്പം ഇപ്പൊ നിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിപ്പുണ്ടോ? ഇല്ലല്ലോ. ദേ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ നമ്മുടെ അനാമിക. അയ്യോ, ഇവിടെ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നായിപ്പോയി. അപ്പം നമ്മുടെ നവ്യ പറഞ്ഞു, അതെ നിന്റെ കള്ളത്തരങ്ങൾക്ക് എല്ലാത്തിനും ഒരു ദിവസം അവസാനം ഉണ്ടാവും. ആ അവസാനം ഉടനെ തന്നെയാ. നീ സൂക്ഷിച്ചിരുന്നോ. അല്ലെങ്കിലേ ദേ ഞാനൊരു കാര്യം പറയാം, ഈ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനീതിയും എല്ലായിരിക്കും പുറത്തു പോകുന്നത്. നീ തന്നെ ആയിരിക്കും കൂടി പുറത്തു പോകുന്നത്. നീ ആയിരിക്കും. അതെ, ഞാൻ പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല. 100 പവൻ സ്വർണം ഇട്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. 100 അല്ല 101 പവൻ. നീ എന്തും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്? മുഖം മൂടിക്കെട്ടി നിന്റെ ചേച്ചി വന്നു, അവിഹിതത്തിൽ നീ വന്നു. ഇടി കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് നടന്നവളല്ലേടി നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നവ്യക്ക് ദേഷ്യം വന്നിട്ട്, ദേ ഞാനൊരു കാര്യം പറയാനാമികെ, നീ ഇനി കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ മുത്തശ്ശിനെ വിളിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം, അറിയാലോ. അതുകൊണ്ട് കൂടുതൽ എന്നോട് സംസാരിക്കാതെ ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ ജലജ അകത്തേക്ക് കയറിപ്പോയി. ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് എണീറ്റ് കൈ കഴുകാനായിട്ട് വാഷിംഗ് ബേസിന്റെ അരിയിലേക്ക് പോയത്. അപ്പൊ വാഷിംഗ് ബേസിന്റെ അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അനാമിക്ക് ദേഷ്യം സഹിക്കാതെ ഒരു ഒറ്റ തള്ളു കൊടുത്തു. വാഷിംഗ് ബേസിന്റെ ആ ഒരു അവിടെ ചെന്ന് വയറിടിച്ച് പെട്ടെന്ന് മലന്നടിച്ച് വീഴുകയാണ് നമ്മുടെ നവ്യ കിടന്ന് കാറുകയാണ്. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ അനാമിക അവിടെ നോടിപ്പോയി. അപ്പോഴത്തേക്കുമാണ് നയനയും ആദർശവും കൂടെ കയറി വരുന്നത്. അപ്പൊ നവ്യ കിടന്ന് ഭയങ്കര കാറിച്ച് ഓടി വന്നിട്ട് എന്താ ചേച്ചി പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ പൊക്കിയെടുക്കുകയാണ് നയന. ആദർശം ചോദിക്കുക, എന്താ നവ്യ പറ്റിയത്? എന്ത് പറ്റി നിനക്ക്? അത് പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ തന്നെ ജലജയും വന്നു. ജലജ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നയന് ചോദിക്കുന്നുണ്ട്, ദേ നിങ്ങൾ എന്താ എന്റെ ചേച്ചീനെ ചെയ്തത്? സത്യം പറ, എന്റെ ചേച്ചീനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല നയനെ. ദേ കാണാത്ത കാര്യങ്ങളൊന്നും പറയരുതേ. പിന്നെ എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയത്? അത് എനിക്കറിയാമോ? ആശുപത്രി കൊണ്ടുപോ, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശവും നയനയും കൂടെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അനിയും വന്നു. അനി വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും സംഭവങ്ങളൊന്നും അറിയില്ല. അവിടെ ആരും അതേസമയം ഇല്ലായിരുന്നു. ഈ സമയം നമ്മുടെ നവ്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ നവ്യക്ക് സത്യങ്ങളൊന്നും പറയാനും സാധിച്ചില്ല. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നവ്യയുടെ ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് തന്നെ, അതായത് ഐസിന്റെ അകത്തേക്ക് തന്നെ വിളിക്കുകയാണ് നമ്മുടെ നയനയും ആദർശിനെയൊക്കെ. അങ്ങനെ അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയോടും ആദർശിനോടും നവ്യ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ഇത് പറഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്കും
നയന പറഞ്ഞു, ദേ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ആദർശേട്ടാന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരെ എന്തുകൊണ്ട് അറിയിച്ചുകൂടാ? അത് പിന്നെ വേറൊന്നുമല്ല, അനി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എന്തെങ്കിലും പറയും, ചിലപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കും. അത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. അറിയാലോ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന്. അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിക്കും സങ്കടമാകും. അവരുടെ ജീവിതം ഇപ്പം തന്നെ വഴിവക്കിൽ നിൽക്കുകയാണ്. അത് നമ്മളായിട്ട് അത് തകർത്ത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നവ്യം പറഞ്ഞു, അത് തന്നെയാണ് വേണ്ടത്. അനി ഈ വിവരം അറിയണ്ട, നമുക്ക് ഈ വിവരം ആരോടും പറയണ്ട, ഞാൻ കാല് വഴുതി വീണതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും അനി കാരണം നമ്മുടെ അനാമിക അവിടെയും രക്ഷപ്പെടുകയാണ്. ഏതായാലും അനാമിക എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കഥ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. കാരണം അനാമിക ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ തട്ടിമുട്ടി രക്ഷപ്പെടുകയാണല്ലോ. ഏതായാലും അനാമികയുടെ ഈ രക്ഷപ്പെടൽ അവസാനം കുറിക്കൂട്ടോ ഉടനെ തന്നെ. പിന്നെ നമ്മുടെ കഥയാണ്, കഥ ഇങ്ങനെ കുറച്ച് നീണ്ടു പോകുമല്ലോ. അപ്പം ഇപ്പോഴേ നമ്മുടെ അനാമികയുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ കേൾക്കുമ്പോഴും കഥ കാണുമ്പോഴും ഒക്കെ നമുക്ക് എന്താ രസമിരിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. കഴിഞ്ഞുപോയ വിശേഷമോ ഇന്നത്തെ വിശേഷമോ ഒന്നും അല്ല കേട്ടോ, വരാനിരിക്കുന്ന വിശേഷമാണ്. നമ്മുടെ മെയിൻ ചാനലായ ജിൽജിൽസിനുവിലാണ് നമ്മളിപ്പം ഫുൾ വിശേഷവും അതുപോലെ തന്നെ പ്രമോ വിശേഷവും ഒക്കെ ഇടുന്നത്. പിന്നെ നമ്മൾ ഈ ചാനലിൽ വേദയുടെയും വിക്രത്തിൻ്റെയും പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ജനറൽ പ്രമോ നമ്മൾ ഇട്ടില്ല, വേദയുടെയും വിക്രത്തിൻ്റെയും ജനറൽ പ്രമോ വിശേഷമൊക്കെ നിങ്ങളിൽ എത്തിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. ടാറ്റ ബൈ ബൈ.